ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ NMS ആപ്പിൻ്റെ അപ്ഡേഷൻ എന്താ പറയുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ആരോടും പ്രത്യേകിച്ച് പറയണമെന്നില്ല. അപ്പോൾ അപ്ഡേറ്റ് അറിയിച്ചില്ലെങ്കിലും നാളെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അപ്ഡേറ്റ് എന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യും. ഇതാണ് ഇപ്പോൾ നിലവിൽ ചെയ്തു വരുന്ന സ്ഥിതി. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ മാതിരി അപ്ഡേറ്റ് ആകുമ്പോൾ എല്ലാവരും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിറയെ കോളുകളായിരുന്നു. നമുക്കൊക്കെ അപ്ഡേഷൻ വരുന്ന ഒരു എന്താ പറയുക നല്ല കോളുകൾ വരും, ഡെയിലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പം എന്താ പറയുക ഇപ്പോൾ എല്ലാവരും അതിന് എന്താ പറയുക ഡെയിലി അധിക ദിവസങ്ങളിൽ അപ്ഡേഷനാണ് NMS ആപ്പിന്. നമുക്ക് എന്താ പറയുക അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ അധിക പേർക്കും ചെയ്യാനറിയാം. എന്നാൽ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ വരുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് പ്രത്യേകം നിങ്ങളെ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചാനൽ. അതേമാതിരി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, താല്പര്യമുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യുക. ജോയിനിങ് ഫീ 100 രൂപ മേടിച്ചിട്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതും കൂടി ഓർക്കുക. അപ്പോൾ NMS ആപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ട് 3.7.6 എന്ന് പറയുന്ന വെർഷനാണ് പുതിയത്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രി മുതലായിരിക്കാം നിങ്ങൾക്ക് കിട്ടാതെ വരിക. ഇപ്പോൾ നിലവിൽ 3.7.4 എന്ന് പറയുന്ന വെർഷനാണ്. അപ്പോൾ 5 ഇതിൻ്റെ ഇടയിൽ കണ്ടില്ല, അതായത് 6ലേക്കാണ് മാറുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് മസ്റ്റോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അപ്ഡേഷൻ വരുത്തിയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയതിന് ശേഷം നിങ്ങൾ നിലവിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേഷൻ വരുത്തിയാൽ മതി. അല്ലാതെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടില്ല. നാളെ രാവിലെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നാളെയും കിട്ടാൻ മതിയായിരുന്നു. അപ്പോൾ പുതിയ മാറ്റങ്ങളിലൊന്നും പ്രത്യേകിച്ച് എന്താ പറയുക പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നിലവിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ടുള്ള വെർഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഫോട്ടോ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്യൂസൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള വെർഷനാണെന്ന് തോന്നുന്നു 3.7.6 എന്ന് പറയുന്ന വെർഷൻ. അപ്പോൾ നിങ്ങൾക്ക് നാളെ രാവിലെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് നമ്മുടെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കുറേ ദിവസമായല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. മേറ്റുമാരെ കൂലി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആൾക്കാർ ഈ കുറേ ദിവസമായല്ലോ വീഡിയോ ചെയ്യുന്നതെന്നാണ്. നമുക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ്. അതായത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ. അപ്പോൾ ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയിച്ച് തരിക എന്നുള്ളതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും നമ്മളെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെയൊക്കെ നമ്മൾ അറിയിക്കുക എന്നതാണ്. അത് തെറ്റുകൾ മാക്സിമം തിരുത്തിക്കൊണ്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ തൊഴിലാളികൾ കൂലി മാർച്ച് 31 വരെയുള്ള കൂലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ലഭിക്കാനുള്ളത് മാറ്റിൻ്റെ കൂലിയാണ്. മാറ്റിൻ്റെ കൂലി എന്ന് പറയുന്നത് മെറ്റീരിയൽ എമൗണ്ടും സെമി സ്കിൽഡ് വേജസുമാണ് വരിക. അപ്പോൾ നിലവിൽ പഞ്ചായത്തിന് ലഭിക്കാനുള്ളതിൻ്റെ ഒരു 40% മുതൽ 50% വരെ തുകയാണ് പഞ്ചായത്തിലേക്ക് വരിക എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പഞ്ചായത്തിന് ഇപ്പോൾ 1 കോടി ലഭിക്കാനുണ്ടെങ്കിൽ ഏകദേശം 40 ലക്ഷമോ 50 ലക്ഷമോ നൽകും. അതായിരിക്കും നൽകുക എന്നാണ് അറിയുന്നത്. അപ്പോൾ മേറ്റുമാരെ കൂലി മുൻഗണന കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, വാക്കാൽ പറയുന്നുണ്ട്. രേഖാമൂലം ഇതുവരെ ആർക്കും അങ്ങനെ അറിയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ വാക്കാൽ മേറ്റുമാരെ കൂലിയൊക്കെ കൊടുക്കണം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നുള്ള കാര്യം വാക്കാൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേറ്റുമാർക്കൊക്കെ കൂടുതൽ കൂലി കിട്ടാനാണ് സാധ്യത. മേറ്റുമാരതൊക്കെ ചെറിയ തുക ആയതുകൊണ്ട് തന്നെ കൂടിപ്പാൽ ഒരു പഞ്ചായത്തിന് ഒരു 3 ലക്ഷം രൂപയോളം മതിയാവും. 3 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ. മേറ്റുമാരെ ഈ ഒരു വർഷത്തെ കൂലി എന്ന് പറയുന്നത് 700 രൂപ വെച്ചിട്ടാണ് കിട്ടുക. അത് കൂടിപ്പാൽ ഏകദേശം എന്താ പറയുക ഒരു വാർഡിൽ ചിലപ്പോൾ 30 ഒരു മേറ്റിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ 100 ദിവസം ഉണ്ടാവും മതി. ഒരു വാർഡിലേക്കൊക്കെ 3 മേറ്റുമാരെ ആണെങ്കിൽ അപ്പോൾ 21,000 രൂപ 60,000 രൂപയൊക്കെ ഉണ്ടാവും. അങ്ങനെ 15 വാർഡുണ്ട്, അതിനനുസരിച്ച് ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ ഒരു 3 എന്താ പറയുക കുറച്ച് പൈസ മുന്നേ കിട്ടിയത് കൊണ്ട് തന്നെ നേർപകുതി നോക്കുമ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ വലിയ പഞ്ചായത്തൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള തുക കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഈ വർഷത്തെ കിട്ടില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിലവിൽ പഞ്ചായത്തിന് കിട്ടാനുള്ള ഫണ്ടിൻ്റെ നേർപകുതിയിൽ താഴെ മാത്രമേ ഓരോ പഞ്ചായത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ കാര്യങ്ങളൊക്കെ മാറ്റിന് കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക ഈ വർഷത്തെ ഫണ്ടൊക്കെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള ഏകദേശം
തുക ലഭിക്കും എന്ന് നമ്മൾ കരുതുന്നു, മേറ്റുമാർക്ക് കിട്ടുമെന്ന് കരുതുന്നു. അപ്പോൾ അത് ഏകദേശം ഈ ആഴ്ച തന്നെ റിലീസ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമുക്ക് കറക്റ്റ് ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും, എന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും മേറ്റുമാരെ കൂലി സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ ഇനി തുടർന്ന് 2-3 വീഡിയോ ഇതേ കാര്യം തന്നെ പറയാം. ചിലപ്പോൾ 2-3 വീഡിയോ ചെയ്യുക, എല്ലാവരും കാണാൻ പറ്റുന്നുള്ളൂ. ആ വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും 15-ാം തീയതിനുള്ളിൽ വരെ നിങ്ങൾക്ക് 15-ാം തീയതിനുള്ളിൽ നിങ്ങൾക്ക് വേജസ് കയറും എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ എല്ലാ അറിവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 വീഡിയോസ് ഇതേ പാറ്റേണിൽ ചെയ്യാനാണ് സാധ്യത. 15-ാം തീയതി വരെ ഉള്ളത് കൊണ്ട് തന്നെ ഡേറ്റ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പോൾ പിന്നെ കിട്ടിയവർ ഇന്ന ജില്ലക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാനൊക്കെയാണ് സാധ്യത. അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോസ് ഒന്ന് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എനിക്ക് ചെയ്യുന്ന ഉപകാരം, നിങ്ങളിലേക്ക് ഞാൻ കറക്റ്റ് ടൈമിന് ഓരോരോ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊഴിലാളികളെ കൂലി മാർച്ച് 31 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകൾ അവരെ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് നോക്കുക. പഞ്ചായത്തിൽ നിലവിൽ നിങ്ങളുടെ കൂലി കയറിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി റിപ്പോർട്ടാണുള്ളത്. റിപ്പോർട്ട് ഇതുവരെ അപ്ഡേറ്റ് അല്ല. ഇന്ന് വരെ റിപ്പോർട്ട് തൊഴിലാളികളെ എന്ന് വരെയുള്ള കൂലിയാണ് കയറിയത് എന്നുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പിന്നെ ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ആധാർ ലിങ്ക് ആയി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് ഓഫീസിൽ നിന്ന് അറിയാം, അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ജനസേവന അല്ലെങ്കിൽ അക്ഷയ അങ്ങനത്തെ പോലത്തെ കേന്ദ്രങ്ങളിൽ പോയി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ വന്നത്. നിങ്ങൾ ഒരിക്കലും തൊഴിലുറപ്പ് ഓഫീസ് കൊടുക്കുന്ന അക്കൗണ്ടിലേക്കല്ല പൈസ വരിക. അത് അക്കൗണ്ട് ആധാർ ലിങ്ക് ആണെങ്കിൽ മാത്രമേ ആ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ വേറെ ആധാർ ലിങ്കാക്കി ഒന്നിൽ കൂടുതൽ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ആധാർ ലിങ്കാക്കി അക്കൗണ്ടിലേക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വരികയുള്ളൂ. അപ്പം നമ്മളോട് ചോദിക്കുന്ന കുറേ ആളുകൾ ഇതേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒന്നും കൂടി ഓർമ്മ കിട്ടും. നമ്മളെ വീഡിയോൻ്റെ താഴെയൊക്കെ പലരും കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ചില കമൻറ്റിന് മാക്സിമം എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, തൊഴിലാളികളെ കൂലി മേറ്റുമാരെ കൂലിയൊക്കെ സംബന്ധിച്ചാണ് കൂടുതൽ ഡൗട്ടും ചോദിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളെ കൂലി വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കുക. നിലവിൽ മാർച്ച് വരെയുള്ള കൂലി വന്നിട്ടുണ്ട്. ഇനി റിജക്ഷൻ വന്നാലും എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഈ മാസം എന്താ പറയുക, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് അപ്ഡേറ്റ് ആവും. അപ്പോൾ അതെന്താ കയറാത്തത് എന്നുള്ള റീസൺ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണോ അക്കൗണ്ട് ക്ലോസ്ഡോ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ റിമാർക്സിൽ വരും. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ കൂലി കയറാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് ചാനൽ വന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ നമ്മൾ നോക്കിയിട്ട് ആധാർ ലിങ്ക് ആയെന്ന് നമുക്ക് നോക്കാൻ ഇപ്പോൾ നിലവിൽ നിങ്ങൾ OTP ആധാർ നമ്പറൊക്കെ പറഞ്ഞിരുന്നു. അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ചെയ്യില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെ ആധാറോ OTP ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ അടുത്തുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ഓഫീസിലോ പോയിട്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങളിലോ പോയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.